ഹായ് ഡിയർ ഫ്രണ്ട്സ്, ജെയിംസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ OET റീമാർക്കിങ്ങിനെ കുറിച്ചാണ്. റീമാർക്കിംഗ് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, എങ്കിൽ പോലും ചിലർക്ക് ചില ഡൗട്ട്സുകൾ കാണാറുണ്ട്. ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റീമാർക്കിങ്ങിന് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, റീമാർക്കിംഗ് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, ഏതൊക്കെ സിറ്റുവേഷനിലാണ് അത് അപ്രോപ്രിയേറ്റ് ആവുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിൽ കൊടുത്തിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് എത്രമാത്രം കോസ്റ്റ് ഉണ്ട് എന്നാണ്. ഒരു മൊഡ്യൂൾ അത് നിങ്ങൾ ഒരു പേപ്പർ ടെസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ $120 ഓസ്ട്രേലിയൻ ആണ് അതിന് പേ ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ $95 അമേരിക്കൻ US ആണ് വരുന്നത്. അപ്പൊ ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 7,000 റുപ്പീസ് ആണ് നമുക്ക് ഒരു മൊഡ്യൂളിന് വരുന്നത്. 7 to 8 അത് എക്സ്ചേഞ്ച് റേറ്റിനനുസരിച്ച് മാറും. അപ്പോ അതാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് റീമാർക്കിങ്ങിന് കൊടുക്കേണ്ടത് വിതിൻ 72 hours ഓഫ് യുവർ റിസൾട്ട്സ്. അതായത് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ട് വിത്തിൻ 72 hours നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യുകയും വേണം. അതിനുശേഷമുള്ളത് ഇൻവാലിഡ് ആവും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, നമുക്ക് ഇതിന് എന്തുമാത്രം, അതായത് നമ്മൾ വൺസ് ഒരു റിമാർക്കിങ്ങിന് അപ്ലൈ ചെയ്താൽ എപ്പോഴാണ് അതിന്റെ റിസൾട്ട് വരുക എന്നുള്ളതാണ്. അപ്പോൾ നിയർലി 3 to 6 weeks, ഇപ്പോഴൊക്കെ അത് 3 to 4 വീക്സിനുള്ളിൽ നമ്മുടെ റിസൾട്ട്സ് ഒക്കെ വരുന്നത് 3 weeks തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏതാണ് ഗ്രേഡ് മാറിയിട്ടുള്ളത് എന്നുള്ളത് പോയിന്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതേ റിസൾട്ട് ആയിട്ട് തന്നെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പൊ കൺഫ്യൂസ്ഡ് ആവല്ലേ. ഇനി അടുത്തൊരു പോയിന്റ്, നമുക്ക് ഈ പേ ചെയ്യുന്ന എമൗണ്ട് റീഫണ്ട് ആവോ ഇല്ലയോ എന്നുള്ളതാണ്. സോ ഇൻ കേസ് നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് നിങ്ങൾ എത്രയാണോ സ്പെൻഡ് ചെയ്ത് ആ സെയിം എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ആവും, റീഫണ്ട് ചെയ്യും അവര്. പക്ഷേ ഇൻ കേസ് ഒരു ചേഞ്ചസും നിങ്ങളുടെ റിസൾട്ടിൽ ഇല്ല, അതേ മാർക്കാണ്, ഗ്രേഡ് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ആ പൈസ റീഫണ്ട് ആവില്ല, പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ബേസിക്സ് ആണ്. പക്ഷെ ഇനിയാണ് നമ്മൾ നമ്മുടെ ക്രൂഷ്യൽ പോയിന്റിലോട്ട് പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റീമാർക്കിങ്ങിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ആ പോയിന്റ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ ജെയിംസ് അക്കാഡമിയിലെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. OET, IELTS, ജർമ്മൻ, CBT, പിന്നെ അതുപോലെ UKVI, പിന്നെ നമ്മുടെ നഴ്സിംഗ് എക്സാംസ് ആയ ഹാദ്, DHA, പ്രോമെട്രിക്, പിന്നെ MOH, പിന്നെ NCLEX RN, ഇങ്ങനെയുള്ള കോഴ്സസ് ആണ് ജെയിംസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് OET എടുക്കാനാണ് താല്പര്യമെങ്കിൽ OET 3 പാക്കേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് സ്റ്റുഡൻസിന്റെ സ്റ്റാറ്റസ് അറിഞ്ഞിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും നമ്മൾ ഓരോ കുട്ടികൾക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിൽ 3 months പ്രോഗ്രാം ആണ്, റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ 2 months പ്രോഗ്രാം ആണ്. പക്ഷേ റിപ്പീറ്റേഴ്സിൽ തന്നെ അവരുടെ സ്കോർ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഏത് പ്ലാൻ ആണ് എടുക്കേണ്ടത് എന്ന് പറയുന്നത്. പിന്നെ 3ാമത് എക്സാം പ്രിപ്പറേഷൻ ബാച്ച് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഈ സ്ലൈഡിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ജെയിംസ് അക്കാഡമി എവറി വീക്ക് OETയിൽ ഫ്രീ വെബിനാർ സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ലൈഡിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ഡെയിലി OET ഡിസ്കഷൻസ് നമ്മുടെ ടെലിഗ്രാം സ്റ്റഡി ഗ്രൂപ്പിൽ നടത്തുന്നുണ്ട്. അതിന്റെ ലിങ്കും പിന്നെ നമ്മുടെ വെബിനാർ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതിനകത്തോട്ട് ജോയിൻ ചെയ്യൂ കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ കാരണത്താൽ നമുക്ക് റീമാർക്കിങ്ങിൽ കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് നിങ്ങൾ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്തു ആൻഡ് യു ആർ വെൽ കോൺഫിഡന്റ് ഇൻ ദാറ്റ് എന്ന് തോന്നുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സ്കോർ നിങ്ങൾക്ക് കിട്ടിയില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റീമാർക്കിങ്ങിന് കൊടുക്കാം. ഓക്കെ, അതിനകത്ത് കുഴപ്പമില്ല. കോൺഫിഡന്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു പിഴവ് കൊണ്ടായിരിക്കും അത് വന്നേക്കുന്നത്. പിന്നെ റീമാർക്കിങ്ങിന് പോയിട്ട് കിട്ടുമ്പോൾ, അതായത് റീമാർക്കിങ്ങിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് വന്നിട്ടുണ്ടാവും.
പക്ഷേ അതേസമയം റീഡിങ്ങും ലിസണിങ്ങും ആണ് നിങ്ങൾക്ക് പോയേക്കുന്നതെങ്കിൽ അതിൽ റെയർ ചാൻസ് ആണ് നിങ്ങൾക്ക് റീമാർക്കിങ്ങിൽ കിട്ടാൻ ഒരു ഗ്രേഡ് ചേഞ്ചിന് സാധ്യതയുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ റീഡിംഗ് ആൻഡ് ലിസണിങ്ങിന്റെ പാർട്ട് ബി ആൻഡ് സി നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവാലുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ചേഞ്ചസ് ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആകെ ചേഞ്ച് വരേണ്ടത് പാർട്ട് എയിൽ മാത്രമാണ്. പാർട്ട് എയിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ ഷുവർ ആണ് ഞാൻ പിന്നെ 100% ആൻസേഴ്സും കറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു 340 ഒക്കെ വന്നിട്ട് ഒരു മാർക്കിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അവിടെ ഒരു റെയർ ചാൻസ് ഉള്ളത്. അത് പിന്നെ റിസ്ക് എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. പക്ഷെ വളരെ വളരെ ലെസ് ചാൻസ് ആണ് റീഡിങ്ങിലും ലിസണിങ്ങിലും മാറാനുള്ളത്. പക്ഷെ റൈറ്റിംഗ് സ്പീക്കിംഗ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു 330 320 ആണെങ്കിലും ബി ഗ്രേഡിലോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്നതിൽ തെറ്റുണ്ടാവില്ല. ഈവൻ ചില കുട്ടികൾക്ക് 300 350 360 റേഞ്ചിലോട്ട് പോയിട്ടുണ്ട്. കാരണം എന്നാ ചിലപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി മാനുവൽ ഇവാലുവേഷൻ ആണ്. പിന്നെ അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു ചെറിയ ഡിസ്ട്രാക്ഷന്റെ പേരിൽ എന്തെങ്കിലും ആയിരിക്കാം ആ ഒരു പുവർ സ്കോർ വന്നത്. അപ്പോ അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം വെൻ യു ഗോ ഫോർ റീമാർക്കിംഗ്. ഇനി രണ്ടാമത് നിങ്ങൾ റീമാർക്കിങ്ങിന് കൊടുക്കുന്നതിന് മുന്നേ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ടല്ലോ, അതായത് പ്രാക്ടീസ് പീരീഡിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നടത്തിയിട്ടുണ്ടാവും. ആ ടെസ്റ്റുകളിൽ എങ്ങനെയാണ് ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്ക് നോക്കുക. നല്ല അവർ പറയുന്നുണ്ട് നല്ല സ്കോറാണ്, നല്ല പെർഫോമൻസ് ആണ്, ആൻഡ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഒരു സ്കോർ നിൽക്കുന്നുണ്ട്. ഒരു ഹൈ ബി ഗ്രേഡ്, അതായത് ഒരു 400+ നിങ്ങളുടെ മാർക്കുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ എക്സാമിന് മാത്രമാണ് താഴോട്ട് പോയത് ആൻഡ് യു ആർ കോൺഫിഡന്റ് ദാറ്റ് നിങ്ങൾ ഒരു മേജർ മിസ്റ്റേക്സും അതിനകത്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റീമാർക്കിങ്ങിന് കൊടുക്കാം. പക്ഷെ അത് ഞാൻ പറഞ്ഞേക്കുന്ന റൈറ്റിംഗ് സ്പീക്കിങ്ങിനാണ് മെയിൻലി പറഞ്ഞേക്കുന്നത്. റീഡിംഗ് ലിസണെ ആലോചിച്ച് മാത്രം കൊടുക്കുക. കാരണം നമ്മൾ ഒരു വലിയൊരു എമൗണ്ട് നിയർലി 35,000 നമ്മൾ പേ ചെയ്തിട്ടാണ് ഈ എക്സാം എടുക്കുന്നത്. അതിന്റെ പുറത്താണ് ഈ ഒരു 7,000 ഒരു മൊഡ്യൂളിന് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. സോ വളരെ ആലോചിച്ചിട്ട് മാത്രം നമ്മൾ ഈ ഒരു പൈസ കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തൊരു പോയിന്റ് നിങ്ങൾ ഓർക്കാനുള്ളത്, എന്തൊക്കെ കാരണത്താൽ കൊടുക്കണ്ട നമ്മൾ റീവാലുവേഷന്. അതായത് നിങ്ങളുടെ ഒരു റിസ്ക് എലമെന്റ് ഇതിനകത്തുള്ളത്, ചില സിറ്റുവേഷനിൽ നമ്മൾ കിട്ടിയ സ്കോർ ഓൾറെഡി എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുമ്പോൾ അല്ലെ റീമാർക്കിങ്ങിന് കൊടുക്കുമ്പോൾ താഴോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഒരു ബോർഡർ ലൈനിലാണ് ഏതെങ്കിലും ഒരു റിക്വയർഡ് സ്കോറിന്റെ, ഫോർ എക്സാമ്പിൾ C+300 ആണ് റൈറ്റിംഗിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആവട്ടെ ഏതെങ്കിലും മൊഡ്യൂളിൽ ഒരു ബോർഡർ ലൈനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ആലോചിച്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം C+ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ക്ലബിംഗ് സ്കോർ ഉണ്ട് UK-ലോട്ട് അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോട്ട്. സിയിലോട്ട് വീണ് കഴിഞ്ഞാൽ, അതായത് ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്ന സാധനം നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സിയിലേക്ക് പോകും. അപ്പോൾ ഗ്രേഡ് ചേഞ്ച് എപ്പോഴും മുകളിലോട്ട് മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്, താഴോട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റിസ്കിലാണെങ്കിൽ അത് കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം. കാരണം താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്ലബിങ്ങും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീമാർക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഈ റീമാർക്കിങ്ങിന്റെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അവിടെ ആൻസർ തന്നോളാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.